ഗസ്റ്റായിട്ട് ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ വിന്നർ ആയിട്ടുള്ള സാബുമോൻ ബിഗ് ബോസ് 6 ഹൗസിലോട്ട് കയറി ഒരു മാസമല്ലായിരുന്നു. വളരെ കൂളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ആള് കയറി വന്നത്. എന്നാൽ ഹോട്ടലാണ് ബി ഹോട്ടലാണെന്നുള്ള കാര്യം മറന്നിട്ട് ഒരുമാതിരി കാക്കക്കൂട്ടിൽ കല്ല് എറിഞ്ഞതുപോലെ ആയിരുന്നു അവരുടെ ആ ഒരു മത്സരാർത്ഥികളുടെ ആ ഒരു സ്വീകരണം. എല്ലാവരും പുറകെ നടക്കുകയായിരുന്നു. എന്തിനെന്ന് മനസ്സിലാവണില്ല. പവർ റൂമിന് പ്രത്യേകിച്ച് ഈ ടാസ്ക് കൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടാനുമില്ല. അവർക്ക് ഒരു ടിപ്പൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ടിപ്സ് കിട്ടുന്ന ആളുകളായിട്ട് പവർ റൂമാണല്ലോ ഏറ്റുമുട്ടേണ്ടത്, പവർ ടീംകാര്. പക്ഷെ എന്നിട്ടും പവർ ടീം അംഗങ്ങൾ അടക്കം സോപ്പിട്ട് സാറേ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കായിരുന്നു കേട്ടോ. നൈസായിട്ടൊന്ന് സാബുമാൻ അതിനെ ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും എടുത്ത് പറയേണ്ട മാറ്റമൊന്ന് ജാസ്മിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. ജാസ്മിൻ എന്നൊരു വ്യക്തി അതിൻ്റെ അകത്തുണ്ടോ എന്ന് തന്നെ തോന്നിപ്പോയി. കാരണം കോണ്ടന്റ് എപ്പോഴും കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത് ജാസ്മിനും ജിൻഡോയും ഗബ്രു ഉണ്ടായിരുന്ന സമയത്ത് ഗബ്രുയൊക്കെ ആയിരുന്നല്ലോ. ജാസ്മിൻ ആണെങ്കിൽ ഒരക്ഷരം മിണ്ടനില്ല. ചോറുണ്ടോണ്ടിരുന്ന സമയത്ത് പോലും ആ സൈഡിലൂടെ സബുമം വന്നപ്പോൾ പേടിച്ച് ഓടി പാത്രം കൊണ്ട് പോവുകയാണ് ജാസ്മിൻ ചെയ്തത്. ആകെ അവിടെ ഒന്ന് കണ്ടത് അൻസിബ വിളിച്ചിട്ട് ടവല് ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മാത്രം സാർ എന്ന് വിളിച്ചുകൊണ്ട് വന്നു. അന്നേരമൊക്കെ ജാസ്മിൻ്റെ മുഖത്തെ ഒരു ഭവ്യതയൊക്കെ കാണുമ്പോൾ ദൈവമേ ഇത്രയും നല്ല കുട്ടിയായിരുന്നോ എന്ന് തോന്നിപ്പോകും. പിന്നെ ജിൻഡോ പുറകെ നടന്നിട്ട് സാബുമോനോട് സഹതാപ തരംഗത്തിൽ കുറച്ചെങ്കിലും പൈസ മേടിച്ചെടുക്കാനുള്ള ഒരു വഴിയായിരുന്നു എന്ന് തോന്നുന്നു. ഉള്ള ജീവിതത്തിൽ നടന്ന എല്ലാ കഥയും ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഫാമിലി ഡൈവോഴ്സ് ആയതിൻ്റെ വിഷമത്തിലാണ് സിഗരറ്റ് വലി തുടങ്ങിയത്. ഇപ്പോൾ കൂടി എന്നാൽ ഇപ്പോൾ ഒത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 10 രൂപയ്ക്ക് ഹോട്ടലിൽ ഛർദി കോരിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നടന്ന എല്ലാ സഹതാപ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ സാബുമോൻ നൈസായിട്ടൊന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും ജീവിതത്തിലുള്ളതാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ജിൻഡോ വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയ കാര്യവും അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ അറിയില്ല എങ്ങനെ എനിക്ക് വോട്ട് കിട്ടിയെന്ന് അറിയില്ല ആ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും സാബുമോൻ അലിഞ്ഞിട്ട് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അപ്സരയ്ക്കും അതുപോലെ തന്നെ റോബോ ആയിട്ടുള്ള സായിക്കും നന്ദനയ്ക്കും ചരണ്യയുടെയൊക്കെ ടീമിന് പൈസ കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ ജിൻഡോ നൈസായിട്ട് സഹതാപവും പ്രാരാബ്ദവും ഒക്കെ പറഞ്ഞിട്ടും 1 രൂപ പോലും സാബുമോൻ കൊടുത്തിട്ടില്ല. എന്റർടൈൻമെന്റ് ടീമിനോട് ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്സര മാക്സിമം ഒഴിവാകാൻ നോക്കി. ഞങ്ങൾക്ക് ഡാൻസ് ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയാനൊക്കെ നോക്കി. എന്നിരുന്നാലും ഞങ്ങൾക്കിത് സ്കിറ്റ് കാണണം, എനിക്ക് സ്കിറ്റ് കാണണം എന്നാണ് സാബുമോൻ പറഞ്ഞിട്ടുള്ളത്. അവർ സ്കിറ്റ് തട്ടിക്കൂട്ടാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിട്ട് പൈസ മേടിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു അതിഥി വരുമ്പോൾ ഏത് ഹോട്ടലിലാണ് ഹൗസ് കീപ്പിംഗ് ആൾക്കാരും ഹോട്ടലിലെ ഷെഫ് അടക്കം ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ പുറകെ നടക്കുന്നത് അല്ലെങ്കിൽ വരവേൽക്കാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പുറകെ അടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രം വർഷ വിയോ.